അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അമലിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു അമലിനെ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മാറി തുടങ്ങുന്നതായിട്ട് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയും മഹത്തായിട്ടുള്ള ഒരു അമലാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു അമലിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ പ്രശ്നവും പ്രയാസവും അനുഭവിക്കുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാമല്ലേ. രാത്രി ശാന്തമായിരിക്കുമ്പോഴും മനസ്സ് ശാന്തമാകാതെ കിടക്കുന്ന നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പുറത്തെല്ലാം സമാധാനമായിട്ട് സാധാരണയായിട്ട് കാണുമ്പോഴും ഉള്ളിൽ പറയാനാകാത്തൊരിടങ്ങേറ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥ, ആരും മനസ്സിലാക്കില്ലെന്നൊരു തോന്നൽ. ചിലപ്പോൾ മനുഷ്യന് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെയെന്ന്. ഈ ചിന്തകൾ ഒറ്റയ്ക്ക് ഇരുന്ന സമയങ്ങളിൽ കൂടുതൽ ശക്തമാകും. ഇത്തരം അവസ്ഥകൾ ജീവിതത്തിൽ വരാത്തവരില്ല. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങൾ വളരെ വലുതായിരിക്കും. നിങ്ങൾക്കറിയോ, മുൻകാലത്ത് ഒരാളുണ്ടായിരുന്നു. ഇതിലും കഠിനമായ ഒരവസ്ഥയായിരുന്നു അവർക്ക്. വളരെ ശാന്തമായിട്ട് ജീവിച്ചിരുന്ന അവർ ആരാധനയിൽ മുഴുകിയ ദിവസങ്ങളായിരുന്നു ഓരോ ദിവസവും. അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നു. അവൾ ലോകത്തിലെ ആകർഷണങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരാളായിരുന്നു. അവൾക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ ആയിരുന്നു. അവളുടെ ദിനങ്ങൾ ആരാധനയിലൂടെയാണ് കടന്നുപോയത്. ഒരു ദിവസം അവരുടെ ജീവിതം മുഴുവനായിട്ട് മാറിപ്പോയി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വന്നു. ഒരു കുഞ്ഞ് അവൾക്ക് ലഭിക്കും എന്ന വിവരം. ഇതൊരു സാധാരണ വാർത്തയല്ലായിരുന്നു. ഇത് മനുഷ്യൻ്റെ കണക്കിൽ ഉൾപ്പെടാത്തൊരു കാര്യമായിരുന്നു. ഇത് കേട്ടപ്പോൾ അവൾ ആശ്ചര്യപ്പെട്ടു. കാരണം അവളുടെ ജീവിതം ശുദ്ധമായിരുന്നു. അവൾ ആരെയും ആശ്രയിച്ചിരുന്നില്ല. അതിനാൽ അവൾക്ക് അത് മനസ്സിലാകാതെ പോയി. അങ്ങനെ ഇത് സംഭവിക്കും എന്ന് അവൾ ചിന്തിക്കുകയും ചെയ്തു. എന്താണ് ഇനി ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ ഉയർന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അവൻ തുറക്കുന്ന വഴികൾ മനുഷ്യൻ കരുതാത്തവ ആയിരിക്കുകയും ചെയ്യും. അതിനുശേഷം അവളുടെ ജീവിതം ഒരു വലിയ പരീക്ഷണമായിട്ട് മാറി. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥ, സമൂഹം എന്ത് പറയും എന്നൊരു ഭയം, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, മനസ്സിൽ നിറഞ്ഞ ഇടങ്ങേറുകൾ. കാലം മുന്നോട്ട് പോയി. ഗർഭകാലം പൂർത്തിയാകാൻ തുടങ്ങി. ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾ കൂടി, മനസ്സിൻ്റെ ഭാരവും കൂടി. അവളെല്ലാം സഹിച്ചു. അവൾ തൻ്റെ വിശ്വാസം കൈവിട്ടില്ല. ഒടുവിൽ പ്രസവ സമയം എത്തി. അവൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തെത്തി. ഒരു മരത്തിൻ്റെ അടിയിൽ അവൾ ഇരുന്നു. ആ സമയത്ത് അവൾക്ക് വലിയൊരു വേദന അനുഭവപ്പെട്ടു. ശരീരം മൊത്തത്തിൽ ക്ഷീണിച്ചു. മനസ്സ് തളർന്നു. ആരും കൂടെയില്ല. ആരും വിശ്വസിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമില്ല. അവൾക്ക് വലിയൊരു വിഷമം തോന്നി. അവൾ തൻ്റെ ഉള്ളിൽ നിന്ന് ദുഃഖം പ്രകടിപ്പിച്ചു. ആ ഒരു നിമിഷം അവൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷെ ആ സമയത്താണ് സഹായം എത്തിയത്. അവളെ തേടി. അവൾക്ക് വെള്ളം ലഭിച്ചു, ഭക്ഷണം ലഭിച്ചു, കരുത്ത് ലഭിച്ചു. മനസ്സ് ശാന്താകുകയും ചെയ്തു. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞ് സാധാരണ ഒരു കുട്ടിയല്ലായിരുന്നു. അവരുടെ ജനനം തന്നെ ഒരു അടയാളമായിരുന്നു. അവൻ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് വന്ന ആളായിരുന്നു. അവൾ കുഞ്ഞുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെ മടങ്ങി. അവിടെ ആളുകൾ അവളെ കണ്ടപ്പോൾ നിശബ്ദരായില്ല. അവർ ചോദ്യം ചെയ്തു, അവർ സംശയിച്ചു, അവർ കുറ്റപ്പെടുത്തി, അവളുടെ മാന്യതയെപ്പോലും ചോദ്യം ചെയ്തു. ആ വാക്കുകൾ കേൾക്കുന്നത് വളരെ കഠിനമായിരുന്നു. ഒരു സ്ത്രീക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ. എന്നാൽ അവൾ മിണ്ടാതെയിരുന്നു. അവൾ ഉള്ളിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. അവൾ കുഞ്ഞിനെ കാണിച്ചു. ആളുകൾ അത്ഭുതപ്പെട്ടു. ഒരു കുഞ്ഞ് എന്ത് പറയും എന്നായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ അവിടെ സംഭവിച്ചത് മനുഷ്യൻ്റെ കണക്കിന് അതീതമായിരുന്നു. ആ കുട്ടി തൊട്ടിലിൽ കടന്നുകൊണ്ട് തന്നെ സംസാരിച്ചു. അവൻ്റെ ശബ്ദം വ്യക്തമായിരുന്നു. അവൻ തൻ്റെ ഉമ്മാനെക്കുറിച്ചിട്ട് സത്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. അവിടെ നിന്നവർ നിശബ്ദരായി. അവരുടെ വാക്കുകൾ അവസാനിപ്പിച്ചു. അവരുടെ സംശയം അവസാനിക്കുകയും ചെയ്തു. ആ ഒരു നിമിഷം വലിയൊരു മാറ്റായിരുന്നു അവരുടെ ജീവിതത്തിൽ തിരികെ ലഭിച്ചത്. അവളുടെ ജീവിതം തന്നെ ഉയർന്നു. കാലം കഴിഞ്ഞപ്പോൾ ആ കുട്ടി വളർന്നു. അവൻ ജനങ്ങൾക്ക് വഴി കാണിച്ചു. അവൻ സത്യത്തെ പറഞ്ഞു. അവൻ്റെ ജീവിതം ഒരു ദിശയായിട്ട് മാറി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ സ്ത്രീ ആരായിരുന്നു എന്ന്. അവൾ മറിയം ബീവിയായിരുന്നു. ആ കുഞ്ഞ് ഈസ അലൈഹിസ്സലാം.
അവളുടെ സഹനം വളരെ വലുതായിരുന്നു. മഹദിയുടെ വിശ്വാസം വളരെ ശക്തമായിരുന്നു. അവരൊരിക്കലും തളർന്നിട്ടില്ല. ജീവിതം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായാലും അള്ളാഹുവിൻ്റെ സഹായം അതിനേക്കാൾ വലുതാണ്. ഒറ്റപ്പെടലുണ്ടായാലും ഭയക്കേണ്ടതില്ല, വേദന ഉണ്ടായാലും തളരേണ്ടതില്ല. അള്ളാഹുവിൽ വിശ്വാസം വെച്ചാൽ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിലും മാറ്റം വരും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ശരിയായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലേ? അത്തരത്തിലൊന്നും അല്ലെങ്കിലും ജീവിതത്തിൽ പ്രയാസം കൊണ്ട് മനസ്സിടങ്ങേറായി ബുദ്ധിമുട്ടോടെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും എത്രയോ കമൻറ്റുകൾ അത്തരത്തിൽ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും കടം കാരണം ഇടങ്ങേറായി നടക്കുന്ന, തൻ്റെ മകളുടെ ഒരു വിവാഹം പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥ കടം കാരണത്തിൽ, ഇത്തരത്തിൽ കടത്തിൽ മുങ്ങിയും പ്രതിസന്ധികളിൽ മുങ്ങിയും നിൽക്കുന്ന ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ദിക്റുകളും ദുആകളും പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് കടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഓരോരോ തിരിച്ചടികളുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു അമലിനെ വേഗം തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ പണിയൊന്നുമില്ല. പക്ഷേ കുറച്ച് സമയം നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് മാത്രം. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് രാവിലെയും അതേപോലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുബ്ഹ് നിസ്കാര ശേഷം 7 പ്രാവശ്യവും നമ്മുടെ ഇശാ നിസ്കാര ശേഷം 7 തവണയും വീതമാണ് നമ്മൾ ഇത് ഓതേണ്ടത്. നിസ്കാരത്തിന് ശേഷമായതുകൊണ്ടും അതേപോലെ തന്നെ ഖുറാനിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു അമല് ചെയ്യുമ്പോൾ നമുക്ക് വുളൂ നിർബന്ധമാണ്. ശുദ്ധിയില്ലാത്ത ആളുകൾ, പീരിയഡ്സ് ഉള്ള ആളുകളൊന്നും ഈ ഒരു അമലിനെ ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു അമലിനെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു നീയത്ത് വേണം, എൻ്റെ പ്രയാസം നീങ്ങും എന്നുള്ളൊരു നീയത്ത്. എന്നിട്ടൊരു ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ രാവിലെയും അതേപോലെ തന്നെ ഇശാ നിസ്കാര ശേഷവും നിങ്ങൾ ഈ രീതിയിൽ 7 തവണ വീതം ഈ ഒരു അമലിനെ ഓതി വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലുള്ള കഠിനമായിട്ടുള്ള പ്രയാസങ്ങളെ നീക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യും. പരിശുദ്ധമായിട്ടുള്ള ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായിട്ടുള്ള ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു അമലിൻ്റെ മഹത്വം, ഈ ഒരു അമലിനെ പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ എണ്ണം വെച്ച് ചെല്ലുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതും ഈ രീതിയിൽ രാവിലെയും വൈകുന്നേരം ഈ രീതിയിൽ 7 തവണ വീതം ചൊല്ലി വരികയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കി ജീവിതത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങിയിട്ട് സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം മാറി തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദ്വാവസ്യത്തോടു കൂടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. എന്തെങ്കിലും അമലുകൾ വേണമെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഞാൻ ഇത്തരത്തിൽ പുതുതായിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.